ഹലോ, നമ്മളെ തലശ്ശേരിയിലെ കടൽപ്പാലത്ത് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മന്തി കഴിക്കേണ്ടിയിട്ടൊരു ആഗ്രഹം വന്നത്. അങ്ങനെ നമ്മൾ ചെന്നുപെട്ടത് പാനൂരിലെ ജഫ്രാൻ മന്തിയിലാണ്. പതിവ് പോലെ തന്നെ അവിടെ തിരക്കിനൊന്നും ഒരു കുറവുമില്ല. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇരിക്കാനൊരു സ്പേസ് കിട്ടി. നമ്മളവിടെ ഇരുന്നിട്ട് ഏതാണ്ട് അരമണിക്കൂറിന് ശേഷമാണ് നമുക്ക് പ്ലേറ്റും അതുപോലെ തന്നെ ഈ കെച്ചപ്പൊക്കെ എത്തിച്ചത്. അതും കഴിഞ്ഞൊരു കാമണിക്കൂറിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ മന്തിയൊക്കെ ടേബിളിൽ എത്തിച്ചത്. നമ്മൾ 4 പേരും 4 തരം മന്തിയാണ് പറഞ്ഞത്. നോർമൽ അൽഫാം മന്തിയും പെരി പെരി അൽഫാം മന്തിയും പിന്നെ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ ജഫ്രാൻ ഹണി ചീസ് മന്തിയും പിന്നെ ഒരു ബീഫ് മന്തിയും. പിന്നെ ഒരാൾ ഓർഡർ ചെയ്ത സാധനം അങ്ങ് പ്ലേറ്റിലിട്ട് ചാമ്പാൻ തുടങ്ങി. ഞാൻ അവിടുത്തെ പെരി പെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആ പ്ലേറ്റിന്റെ സൈഡിലേക്ക് കുറച്ച് മയോണൈസൊക്കെ ഒഴിച്ച് ഞാൻ എൻ്റെ പണി അങ്ങോട്ട് തുടങ്ങി. ആ മസാലയിൽ കുതിർന്ന ചെറിയൊരു പീസ് എടുത്ത് കുറച്ച് മയോണൈസൊക്കെ കൂട്ടി കുഴച്ച് തിന്നു നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മന്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ അണക്ക പെരിപ്പിരിൻ്റെ മസാലയിലും അതുപോലെ തന്നെ ആ മയോണൈസിലൊക്കെ കുറച്ച് ഉപ്പ് കൂടിയ പോലെയാണ് ഫീൽ ചെയ്തത്. ഞാനത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആരും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഈവൻ നമ്മൾ പോയ ദിവസത്തിൻ്റെയോ അതുപോലെ തന്നെ ടൈമിൻ്റെയോ പ്രശ്നമായിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ഏറ്റവും സ്പെഷ്യലാണെന്ന് പറഞ്ഞ ഈ ഹണി ചീസ് അൽഫാമില്ലേ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ ബീഫ് മന്തി അതൊരു നോർമലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ മന്തി ഷോപ്പിനെ പറ്റിയിട്ട് കുറേ വ്ളോഗർമാരുടെ വീഡിയോ അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു റിവ്യൂ കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. നമുക്കൊരു നോർമൽ മന്തിക്കപ്പുറമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചവരാണെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് പറ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പാനൂരുള്ള ജഫ്രാൻ മന്തിയാണ്.